ചെറുകഥയിലെ 4-ാമത്തെ കഥ. ഒരു അവധിക്കാലത്ത്. അഭിനന്ദും നന്ദനയും വെളുപ്പിനുണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ, വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ബാഗുമെടുത്ത് 6-ാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ടു നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കാർ പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ദുക് 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 ദുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. കാർ നാട്ടിൻപുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിനു നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എന്റെ പൊന്നുമോൾ എത്തിയോ? മാഞ്ചോട്ടിൽ കുട്ടികളുടെ ബഹളം. അഭിനന്ദും നന്ദനയും അങ്ങോട്ടോടി. അയൽപ്പക്കത്തെ കുട്ടികൾ കളിക്കുകയാണ്. ഏത് കളിയാ നിങ്ങൾ കളിക്കുന്നത്? നന്ദന ചോദിച്ചു. മാണിക്യ ചെമ്പഴുക. അതെങ്ങനെയാ കളിക്കുക? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, ഉണ്ണി പറഞ്ഞു. മാണിക്യ ചെമ്പഴുക കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ണി നന്ദനയ്ക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും പിറകിലേക്ക് കൈകെട്ടി വട്ടത്തിൽ നിൽക്കണം. നടുവിലൊരു കുട്ടിയും വട്ടത്തിൽ നിൽക്കുന്നവർ പാട്ടുപാടിക്കൊണ്ട് ഒരു പഴുത്ത അടയ്ക്ക പിറകിലൂടെ കൈമാറണം. ഈ അടയ്ക്ക കൈമാറുന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത്. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക, അക്കയിലിക്കയിലോ മാണിക്യ ചെമ്പഴുക്ക, നടുവിലിരിക്കുന്ന വിരുദനറിയാതെ ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക. ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം. പറഞ്ഞത് ശരിയായാൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം. പറഞ്ഞത് ശരിയല്ലെങ്കിൽ ആ കുട്ടി തന്നെ വിരുദ്ധനായി തുടരണം. അച്ഛാ അച്ഛാ, അതാ ഒരു ജാഥ. മാഞ്ചോട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു. പാടവരമ്പിലൂടെ വരിവരിയായ ആളുകൾ നടന്നു പോകുന്നു. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പയെന്ന് തയ്യൽക്കട തുറന്നില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരിയിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നോ? ഞങ്ങൾ പാടത്ത് കുളം വൃത്തിയാക്കാൻ പോകുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാൻ. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുളിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ? കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിന്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ. കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല. രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. താങ്ക് യു.